ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 ദിവസമായില്ലേ വീഡിയോയിലിടാത്ത കുറച്ച് ബിസി ആയിപ്പോയി കേട്ടോ. അപ്പോൾ എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളോ? റമദാൻ ഇതാ പടി കടന്ന് പോവാനായി. നോമ്പ് 20-നായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഷവർമ പോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുബൂസിന് അതിൻ്റെ ഡോ കുഴച്ച് വെക്കുന്നുണ്ട്. അതിന് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റും ഇളം ചൂടുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പഞ്ചസാര 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇല്ലെങ്കിൽ ആട്ടപ്പൊടി ഉപയോഗിച്ചാൽ മതി. മൈദപ്പൊടിയും 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിൻ്റെ നമ്മുടെ സോഫ്റ്റ്നെസ് മാവ് കുഴക്കുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ കുബൂസിൻ്റെ സോഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് കൈ ഉപയോഗിച്ചിട്ട് കുഴച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണ്ടി വരും. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇളം ചൂടുള്ള വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് പാലായാലും മതി കേട്ടോ. ഇളം ചൂടുള്ള പാലും ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ടിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊരു 10 മിനിറ്റെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നല്ല സോഫ്റ്റാക്കി വെക്കണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നല്ല ചൂടുള്ള സമയം 1-2 മണിക്കൂർ ആകുമ്പോൾ പെട്ടെന്ന് പൊന്തി വരും. ഞാനിത് കുഴച്ച് വെച്ചിട്ട് ഇന്നൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കണം. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇത്തത്തെ ഫാമിലി ഉണ്ട്, ഞാനും മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ അടുത്തുള്ള ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക കേട്ടോ. എങ്കിലേ ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇൻഷാല്ല പുതിയ റെസിപ്പീസൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചൊന്ന് സ്റ്റെക്ക് വന്നതാണ്. ഇൻഷാല്ല ഇനി മുന്നോട്ട് അടിപൊളിയായിട്ടും വരണം. അപ്പോൾ ഇതാ നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കാർ ഇപ്പറാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്കുള്ള ഡ്രസ്സ് എടുക്കുകയാണ്. അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട്. കുഞ്ഞു മക്കൾക്കെല്ലാം നല്ല സെലക്ഷൻ ഉണ്ട്. വലിയക്കൊക്കെ നമ്മൾ ഓൺലൈനിൽ തന്നെ ഉണ്ട് ഇപ്രാവശ്യത്തെ പർച്ചേസ് ഉണ്ടായിരുന്നത്. എല്ലാവരും ചുരിദാർ, അപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊരു ചുരിദാർ ഉണ്ടായിന്. എല്ലാവരും ആ ചുരിദാർ തന്നെയാണ് പെരുന്നാളിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മക്കളുടെ കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ. മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം, ചെരുപ്പ് എടുക്കണം. പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ, മോനിക്കൊരു ഡ്രസ്സ് എടുക്കണം. എക്സ്ട്രാ പെരുന്നാൾക്ക് എടുക്കുന്നത് കൂടാതെ ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ എടുത്തോ. ഇനി പിന്നീട് മക്കൾക്കൊരാഗ്രഹം ഉണ്ടാവില്ല അവരവർക്ക് ഇഷ്ടപ്പെട്ട തന്നെ എടുക്കണം എന്നുള്ള. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫാൻസി ഷോപ്പിലേക്കും ചെരുപ്പിൻ്റെ കടയിലേക്കും ഒക്കെ വന്നിട്ട് അതെല്ലാം ഒന്ന് നമ്മൾ 11 മണിക്ക് പുറക്കുന്ന വന്നിട്ട് 12:30-1 മണിയാകുമ്പോഴേക്ക് തിരിച്ചു പോയിട്ടാ. എന്ത് ചൂടെന്നറിയോ, നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടായിന്. നല്ല എന്താ പറഞ്ഞാൽ അടുത്തുള്ള ടൗണിൽ പോയിട്ട് ഇത്ര ക്ഷീണം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി പയ്യന്നൂർ ഡ്രസ്സ് എടുക്കൽ അവിടെ എത്താതെ നമ്മൾ ചീമേനി മാത്രമേ പോയിട്ടുണ്ടായി. തോന്നിട്ട് വരെ നല്ലോണം ടയേർഡായിട്ടുണ്ടായിന്. അപ്പോൾ പോയിട്ട് വന്ന സമയത്ത് നമ്മുടെ ഡോ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, നമ്മൾ ചിക്കൻ ഉപ്പും മുളക് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ, ഒന്ന് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ, ഇതൊന്ന് ക്രഷ് ചെയ്തതും കൂടി ഇടുക. ആവശ്യത്തിന് മല്ലിയില, മയണീസ് ഇവയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഷവർമൻ്റെ മിക്സ് റെഡിയായി. നല്ല അടിപൊളിയുള്ള ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചും കൂടി ടേസ്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മന്തിൻ്റെ മസാല എന്തെങ്കിലും ഒരു അറബിക് സ്പൈസസ് കൂടി ഇടുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയണീസും കൂടി കുറച്ച് കൂട്ടി ചേർത്തിട്ട് നല്ല തിക്കായിട്ട് മയണീസ് ഉണ്ടാക്കണം കേട്ടോ. കാരണം നമ്മൾ ഇത് ഒരു ഡോയിൽ പരത്തി എടുത്തിട്ട് അതിൽ എണ്ണയിലിട്ട് പൊരിക്കുന്നില്ല. അപ്പോൾ മയണീസ് കുറച്ച് നല്ലോണം തിക്കായിട്ടുണ്ടാവണം. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ബാക്കിയുള്ള മൈദൻ്റെ ഡോ നമ്മൾ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നല്ലപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു ചപ്പാത്തിൻ്റെ ഷേപ്പിൽ, കുബൂസിൻ്റെ അത്ര തടിയിൽ എന്നാൽ ചപ്പാത്തിൻ്റെ അത്ര നേർങ്ങനെ അല്ലാത്ത വിധത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കുക കേട്ടോ. ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മൾ പോക്കറ്റ് ആക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ചപ്പാത്തിൻ്റെ ഷേപ്പാക്കിയിട്ട് വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമ്മളെ ചിക്കൻ അടയിൽ ചുടുന്നില്ലേ ഒരച്ചില്ലേ, അതിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഇനി ഇങ്ങനത്തെ അച്ചൊന്നും ഇല്ലാത്തവർ ഇതേ ഷേപ്പിൽ ഇറച്ചിയിടൻ്റെ ഒക്കെ അച്ച് ഇല്ലാത്തവർക്ക് ഞാൻ വേറൊരു ട്രിക്ക് കാണിച്ചു തരാം.
വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അച്ചൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ ഫില്ലിങ് ഇതിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ഷവർമ്മ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നല്ല സോഫ്റ്റിലെ മാവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ചൂടുവെള്ളത്തിലെല്ലാം കുഴച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തവർ, ഇങ്ങനത്തെ സംഭവം ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ആക്കിയത് ഞാൻ പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അല്ല എങ്കിൽ നമ്മൾ 2 ഒരേ സൈസുള്ള ബോൾസ് എടുത്തിട്ട് ചപ്പാത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സോ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടോ അടപ്പോ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഫില്ലിങ് വെച്ച ശേഷം സെയിം അതേ അളവിലുള്ള ചപ്പാത്തി എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് രണ്ടും കൂടി ഒന്നിച്ച് കട്ട് ചെയ്തെടുത്താൽ നല്ല ഒരു അച്ചിൻ്റെയും സഹായം ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷവർമ്മ പോക്കറ്റ് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഇതിന് അച്ചിൻ്റെ സഹായമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ഷേപ്പിലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന പോലെ, ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള അച്ചൊന്നും ഇല്ലാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോക്കറ്റ് നമുക്കിവിടെ റെഡിയായി കിട്ടും. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ ചൂടോട് കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. നമ്മൾ ബ്രെഡിലൊക്കെ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. പിന്നെ പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ്. അന്ന് ഞാൻ എൻ്റെ പെരക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് എൻ്റെ മൂത്ത മോൻ്റെ സുന്നത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് മക്കാമിലേക്ക് പോയി സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. 7 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്ര രാവിലെ തന്നെ ഇരുട്ട് കാണുന്നുണ്ടാവും. അത്ര രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ചൈൽഡ് ആൻഡ് ന്യൂ ബോൺ ഹോസ്പിറ്റൽ റെഹാൻ തളിപ്പറമ്പാണ് കേട്ടോ. ഇവിടെ സുന്നത്ത് കർമ്മം ചെയ്യുന്നത് ഒരു തങ്ങളാണ്. വേദനരഹിത സുന്നത്ത് മറ്റേ അങ്ങനെയുള്ള സ്റ്റിച്ച് ഉണ്ടെങ്കിലും പത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ആൾ നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിലെല്ലാം കാണുമ്പോൾ നല്ല കൂളാണ്, പക്ഷെ നല്ല പേടിയുണ്ട്. എന്നാലും എന്തെല്ലോ സംസാരിച്ചിട്ട് നമ്മൾ വിഷയം മാറ്റാണ്. മാഷാ അല്ലാഹ് അങ്ങനെ ആ കർമ്മവും അവിടെ കഴിഞ്ഞു. 6 വയസ്സിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2 മക്കളത്തും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഒരാളത് ഇപ്പം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ആളെയും വേഗത്തിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് മുന്നേ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഒന്ന് തരിപ്പിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും അതിനുള്ളിലേക്ക് കയറ്റിയതാണ് കേട്ടോ. നല്ല ടെൻഷനിലായിട്ടാണ്. കുഞ്ഞിനെക്കാട്ടും ടെൻഷനിൽ ഞാനുണ്ടായിന്. പക്ഷെ വിചാരിച്ച കണക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അൽഹംദുലില്ലാ റാഹത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 7 മണിക്ക് അവിടെ എത്തിയിട്ട് 9 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിന്. മാഷാ അല്ലാഹ് അങ്ങനെ ആ കർമ്മം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഷവർമ്മ പോക്കറ്റൊക്കെ ഉണ്ടാക്കി നോക്കുക. റമദാനല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും വ്ളോഗ്സും ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.